ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. അടി തിരിച്ചടി, സിനിമയെ വെല്ലുന്ന ത്രില്ലർ. ഒടുവിൽ FC ബാഴ്സലോണ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നിന്നും ഫൈനൽ കാണാതെ പുറത്തായിരിക്കുന്നു. ഇന്റർ മിലാനാണ് അവരെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ഫൈനൽ പ്രവേശനം സാധ്യമാക്കിയിട്ടുള്ളത്. ഇന്റർ മിലാന്റെ മൈതാനത്ത് വെച്ചുകൊണ്ട് ഇന്നലെ നടന്ന മത്സരത്തിൽ 3-4 ഗോളുകൾക്കാണ് FC ബാഴ്സലോണയെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ഇതോടെ അഗ്രിഗേറ്റിൽ 6-7 ഗോളുകളുടെ വിജയം സ്വന്തമാക്കാൻ ഇന്റർ മിലാന് സാധിക്കുകയായിരുന്നു. ആദ്യപാദ മത്സരം തന്നെ വളരെ ആവേശകരമായിരുന്നു. അതിനേക്കാൾ ആവേശകരമായ ഒരു രണ്ടാം പാദ മത്സരമാണ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ഒടുവിൽ FC ബാഴ്സലോണക്ക് പുറത്തു പോവേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മത്സരത്തിന്റെ കാര്യങ്ങളിലേക്ക് വരാം. 21ാമത്തെ മിനിറ്റിൽ ലൗറ്ററോ മാർട്ടിനസ് ഇന്റർ മിലാന് ലീഡ് നേടിക്കൊടുക്കുകയായിരുന്നു. ഡെൻസൽ ഡംഫ്രീസ് അസിസ്റ്റ് നൽകി. പിന്നീട് ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ടു മുന്നേ ഒരു പെനാൽറ്റി ഇന്ററിന് അനുകൂലമായിക്കൊണ്ട് ലഭിച്ചു. അത് ചെൽഹനോഗ്ലു ലക്ഷ്യത്തിൽ എത്തിക്കുകയായിരുന്നു. ഇങ്ങനെ ആദ്യ പകുതി അവസാനിച്ചപ്പോൾ സ്വന്തം മൈതാനത്ത് എതിരില്ലാത്ത 2 ഗോളുകളുടെ ലീഡ് എടുത്തുകൊണ്ടാണ് ഇന്റർ മിലാൻ കളിക്കളം വിട്ടത്. പക്ഷേ രണ്ടാം പകുതിയിൽ FC ബാഴ്സലോണ ശക്തമായി തിരിച്ചു വന്നു. 54ാമത്തെ മിനിറ്റിൽ എറിക് ഗാർഷ്യ മാർട്ടിന്റെ അസിസ്റ്റിൽ നിന്നും ഗോൾ സ്വന്തമാക്കുകയായിരുന്നു. പിന്നീട് 60ാമത്തെ മിനിറ്റിൽ ഡാനി ഓൽമോയുടെ ഗോൾ പിറന്നു. അതിന് അസിസ്റ്റ് നൽകിയത് ജെറാർഡ് മാർട്ടിൻ തന്നെയാണ്. പിന്നീട് 68ാമത്തെ മിനിറ്റിൽ FC ബാഴ്സലോണക്ക് അനുകൂലമായിക്കൊണ്ട് ഒരു പെനാൽറ്റി ലഭിച്ചിരുന്നു. പക്ഷെ അത് ക്യാൻസൽ ചെയ്യപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നീട് 87ാമത്തെ മിനിറ്റിൽ റാഫീഞ്ഞ ഒരു ഗോൾ നേടി. ഇതോടെ FC ബാഴ്സലോണ മുന്നിലെത്തി. 2 ഗോളുകൾക്ക് പിറകിൽ പോയതിനു ശേഷം 3 ഗോളുകൾ ബാഴ്സ തിരിച്ചടിക്കുകയായിരുന്നു. ഇതോടുകൂടി വിജയത്തിന്റെ തൊട്ടരികിലെത്താൻ FC ബാഴ്സലോണക്ക് കഴിഞ്ഞിരുന്നു. പക്ഷെ 93ാമത്തെ മിനിറ്റിൽ ഫ്രാൻസിസ്കോ ഏസർബി ഇന്റർ മിലാനു വേണ്ടി സമനില ഗോൾ നേടിക്കൊടുക്കുകയായിരുന്നു. ഡംഫ്രീസിന്റെ അസിസ്റ്റിൽ നിന്നാണ് അദ്ദേഹം ആ ഒരു സമനില ഗോൾ നേടിക്കൊടുത്തത്. ഇതോടുകൂടി മത്സരം സമനിലയിലായി എന്നുള്ളതാണ്. അധിക സമയത്തേക്ക് കാര്യങ്ങൾ നീങ്ങി. പിന്നീട് 99ാമത്തെ മിനിറ്റിൽ ഡേവിഡ് ഫ്രറ്റേസി ഒരു ഗോൾ കൂടി നേടിയതോടെ FC ബാഴ്സലോണക്ക് തോൽവി അറിയേണ്ടി വരികയായിരുന്നു. അവരുടെ പ്രതിരോധത്തിലെ പിഴവുകൾക്ക് വില നൽകേണ്ടി വന്നു എന്ന് തന്നെ പറയേണ്ടി വരും. മത്സരത്തിലുടനീളം മികച്ച പ്രകടനം നടത്താൻ FC ബാഴ്സലോണക്ക് കഴിഞ്ഞിട്ടുണ്ട്. 22 ഷോട്ടുകൾ അവർ ഉതിർത്തിട്ടുണ്ട്. 10 ഷോട്ട്സ് ഓൺ ടാർഗറ്റ് ഉതിർക്കാൻ FC ബാഴ്സലോണക്ക് കഴിഞ്ഞിരുന്നു. പക്ഷേ ചെറിയ ചില മിസ്റ്റേക്കുകൾക്ക് അവർക്ക് വലിയ വില നൽകേണ്ടി വരികയായിരുന്നു. ഏതായാലും ആ ഒരു യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടത്തിന് വേണ്ടിയുള്ള അവരുടെ കാത്തിരിപ്പ് ഇപ്പോഴും തുടരുകയാണ്. ഏറ്റവും ഒടുവിൽ 2015-ലായിരുന്നു FC ബാഴ്സലോണ ചാമ്പ്യൻസ് ലീഗ് കരസ്ഥമാക്കിയിരുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.